അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടിനെ സാധൂകരിക്കുന്നതിന് വേണ്ടി പാർട്ടിക്കെതിരായി പച്ച നുണ പടച്ചുവിടുകയും ചെയ്തിരിക്കുകയുമാണ്. സഖാവ് പി കെ ശ്യാമൾ ടീച്ചറെ പാർട്ടിയുടെ DC അംഗവും മഹിളാ അസോസിയേഷൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള സഖാവ് പി കെ ശ്യാമൾ ടീച്ചറെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ച തീരുമാനത്തെ അങ്ങേയറ്റം നീചമായ വിധത്തിലാണ് ടി കെ ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. CPIM-നെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വ്യക്തിയല്ല സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല സ്ഥാനാർത്ഥി നിർണയമുണ്ടാകുന്നത്. പാർട്ടി കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ടാണ് സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും തീരുമാനമെടുക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള പ്രപ്പോസൽ ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത് തയ്യാറാക്കി. അത് സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചർച്ച ചെയ്ത് അംഗീകരിച്ച് പിന്നീട് ജില്ലാ കമ്മിറ്റിയിൽ നിർദ്ദേശങ്ങൾ തീരുമാനം അവതരിപ്പിച്ച് ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം കേട്ട് മണ്ഡലം കമ്മിറ്റിയുടെ അഭിപ്രായം കേട്ട് അങ്ങനെ പാർട്ടി മുന്നോട്ടേക്ക് വെക്കുന്ന സംഘടനാപരമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർണ്ണമായും പാലിച്ചുകൊണ്ടാണ് ടീച്ചറെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. CPIM-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്കകത്ത് വിവിധ തലങ്ങളിൽ സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി യോഗ്യതയുള്ള നിരവധി പേരുണ്ട്. 5 ലക്ഷത്തിലേറെ പാർട്ടി അംഗങ്ങളുള്ള പാർട്ടിയാണ് CPIM. അതിൽ ചുരുക്കം ചിലർക്ക് മാത്രമേ ജനപ്രതിനിധികളായിട്ട് മാറുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പാർട്ടി വിവിധ തലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥികളാണ്, അവർ തന്നെയാണ് ഏറ്റവും മികച്ചവർ എന്ന് പാർട്ടി കാണുന്നില്ല. ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെടാത്ത പലരും ഇപ്പം നിശ്ചയിച്ചിട്ടുള്ള പലരെക്കാളും മികച്ചവർ തന്നെയാണ്. അപ്പോൾ നിലവിൽ നിശ്ചയിക്കപ്പെട്ട സ്ഥാനാർത്ഥികളെക്കാൾ യോഗ്യരായിട്ടുള്ള പലരും സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെടാത്ത ആളുകളെ എടുത്ത് പരിശോധിച്ച് നോക്കി ഉണ്ടായേക്കാം. സാധാരണ നിലയിൽ വിവിധ ഘടകങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് പാർട്ടി അതിൻ്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. കണ്ണൂർ ജില്ലയിലും അതുപോലെ വ്യത്യസ്ത മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥികളായിട്ട് സഖാക്കളെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാർട്ടിയുടെ വിവിധ തലങ്ങളിലുള്ള സഖാക്കളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പല നേതാക്കളുടെയും ഭാര്യമാരും ബന്ധുക്കളും സ്ഥാനാർത്ഥികളായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ഞാനീ പറഞ്ഞത് മാത്രം നിങ്ങൾ അടർത്തിയെടുക്കണ്ട. പക്ഷെ അങ്ങനെ നിശ്ചയിക്കപ്പെടുന്ന ആരും അല്ലെങ്കിൽ ആരെയും അവരുടെ ബന്ധുത്വം പരിഗണിച്ചുകൊണ്ടല്ല സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അവർ പലരും പാർട്ടിയുടെ വ്യത്യസ്ത തലങ്ങളിലുള്ള ചുമതല നിർവഹിക്കുന്നവരായിരിക്കും. അപ്പോൾ ബന്ധുത്വമുണ്ടായാലും ഇല്ലെങ്കിലും ഓരോ വ്യക്തിയും അവർ പാർട്ടിക്ക് നൽകുന്ന സംഭാവന, പാർട്ടിയുടെ പ്രവർത്തനം, പാർട്ടി നൽകിയിട്ടുള്ള ചുമതലകൾ, ഇതെല്ലാം നിർവഹിക്കുന്നതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കൂടിയാണ് സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് എന്ന് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ശ്യാമൾ ടീച്ചറെയും പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുള്ളത്.